ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം വർണ്ണാഭമായി. ശലഭോത്സവം 2025 എന്ന പേരിലാണ് കലോത്സവം നടന്നത്. വ്യത്യസ്തമായ കഴിവുകളുള്ള കുട്ടികൾക്ക് അവ പ്രകടിപ്പിക്കാൻ വേദിയൊരുക്കുന്ന ലക്ഷ്യത്തോടെ ആലത്തൂർ പഞ്ചായത്ത് സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം പ്രസിഡന്റ് എ ഷൈനി ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാവരും കൂട്ടായിട്ട് അവരെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്താതെ അവരെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകണം എന്ന് തന്നെയാണ് എല്ലാവരും സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇവിടെ നമ്മുടെ ബഡ്സ് സ്കൂളാണെങ്കിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നിരവധിയായിട്ടുള്ള അവാർഡുകളാണ് ബഡ്സ് സ്കൂൾ ആരംഭിച്ചപ്പോൾ മുതൽ വരുന്ന കുട്ടികൾ നമ്മുടെ സ്കൂളിലുണ്ട്. ആ കുട്ടികളുടെ കഴിവുകൾ അവർ സ്കൂളിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു, ഇപ്പോ ഈ നിമിഷം ഈ വേദിയിൽ നിൽക്കുമ്പോൾ ആ കുട്ടികൾക്ക് എത്രത്തോളം മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും അറിയുമ്പോഴും. കാരണം ബഡ്സ് സ്കൂൾ ആരംഭിക്കുമ്പോൾ മുതൽ തന്നെ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടും പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ ആ കുട്ടികളിലേക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാണ് എന്നുകൂടെ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അതിൽ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് നമുക്കറിയാം. പഞ്ചായത്ത് ഭരണസമിതിയും മറ്റെല്ലാ ആളുകളും ബഡ്സ് സ്കൂളിനോടൊപ്പം നിന്ന് അവർക്ക് വേണ്ട സഹായങ്ങളും അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും അവർക്ക് വേണ്ട സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുമ്പോൾ ആ കുട്ടികളോടൊപ്പം നിന്ന് അവിടെ ടീച്ചർ ഉൾപ്പെടെയുള്ള 5 പേരായിരുന്നു നേരത്തെ സ്റ്റാഫ് അംഗങ്ങൾ. അവരുടെ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ ആ കുട്ടികളെ മാറ്റപ്പെടുത്തി എടുക്കാനുണ്ടായിട്ടുള്ള ഒരു ശ്രമം കൂടിയാണ് ഇന്ന് നമ്മുടെ മക്കൾ ഈ വേദിയിൽ വന്ന് സംസ്ഥാന തലത്തിൽ ഉൾപ്പെടെ മത്സരങ്ങളിൽ പങ്കെടുക്കാനും അവിടെ നിന്ന് സമ്മാനം വാങ്ങാനുമുള്ള ഒരു സംവിധാനം നേടിയെടുക്കാനായിട്ട് സാധിച്ചത് അത്തരത്തിലുള്ള ഇടപെടലാണ്. വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരുവൈക്കൽ അധ്യക്ഷത വഹിച്ചു. എൻ കുമാരി, ബൈജു, ഫസീല, നിഷ, ദിമിത്രോസ്, സുബൈർ അലി എന്നിവർ പ്രസംഗിച്ചു. ICDS സൂപ്പർവൈസർ PN ബിന്ദു സ്വാഗതവും ബഡ്സ് സ്കൂൾ അധ്യാപിക രമ്യ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഭിന്നശേഷി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ചവർ പാട്ടുപാടി, നൃത്തം ചവിട്ടി. പരസ്പരം മത്സരിക്കില്ല, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ അവതരിപ്പിച്ച് കയ്യടി നേടി. പങ്കെടുത്ത എല്ലാവരും സന്തോഷത്തോടെയാണ് വേദി വിട്ടത്. ആസ്വാദക മികവേകിയ ഭിന്നശേഷി കലോത്സവം കാണാൻ നിരവധി പേരാണ് എത്തിയത്. UTV ന്യൂസ്, പാലക്കാട്.